സിജു, കാസർഗോഡ് ഏത് രീതിയിലാണ് പണിമുടക്കിനോട് ഐക്യദാർഢ്യപ്പെടുന്നത്? വിനിഷ, ദേശീയ പണിമുടക്കിന്റെ ആദ്യ മണിക്കൂറുകളിൽ കാസർഗോഡ് വളരെ അനുകൂലമായി തന്നെയാണ് ജനങ്ങൾ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലാണ്. പുതിയ ബസ് സ്റ്റാൻഡ് അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ദീർഘദൂര ബസ്സുകൾ, അതോടൊപ്പം തന്നെ അതിരാവിലെ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളെല്ലാം തന്നെ ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. പുതിയ ബസ് സ്റ്റാൻഡിൽ അതിരാവിലെ തുറക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളൊന്നും തന്നെ തുറന്നിട്ടില്ല. അനുകൂലമായ രീതിയിലുള്ള ഒരു പ്രതികരണം നേരത്തെ കണ്ണൂരിൽ സന്തോഷ് പറഞ്ഞതുപോലെ മറ്റ് ജില്ലകളിൽ പറഞ്ഞതുപോലെ തന്നെ ഈ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള തൊഴിലാളി സംഘടനകളുടെ, സംയുക്ത തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള പണിമുടക്കിനോട് അനുകൂലമായ ഒരു പ്രതികരണമാണ് കാസർഗോഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിരാവിലെ വളരെ സജീവമാകേണ്ട ബസ് സ്റ്റാൻഡാണ് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ്. പക്ഷേ ഇവിടെ ആളുകൾ വളരെ കുറവാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വലിയ തോതിൽ ഇവിടെ ബസ്സുകൾ, ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ നിർത്തിയിട്ടിരിക്കുന്നു. നിർമ്മാണ തൊഴിലാളികൾ, മോട്ടോർ വാഹന തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, തോട്ടം മേഖല തൊഴിലാളികൾ, സ്കീം വർക്കർമാർ, അംഗൻവാടി ആശാ വർക്കർമാർ ഉൾപ്പെടെ ഇന്നത്തെ പണിമുടക്കിന്റെ ഭാഗമായി സജീവമായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, കർഷകർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുണ്ട്. 10 ട്രേഡ് യൂണിയനുകൾ, സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്കുമായി ബന്ധപ്പെട്ട് വലിയ പിന്തുണ കാസർഗോഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അർദ്ധരാത്രി മുതൽ പണിമുടക്ക് ആരംഭിച്ചത് കൊണ്ട് തന്നെ ചരക്ക് വാഹനങ്ങളുടെ ഒരു സർവീസ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ദേശീയ പണിമുടക്ക് ആയതിനാൽ തന്നെ കർണാടക അതിർത്തി കടന്ന ചരക്ക് വാഹനങ്ങൾ തലപ്പാടി വഴിയും മറ്റ് അതിർത്തി വഴിയും കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. വലിയ പിന്തുണ ഈ ദേശീയ പണിമുടക്കിന് ലഭിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർകോട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെല്ല്, അതോടൊപ്പം തന്നെ ഉദുമ സ്പിന്നിംഗ് മില്ലും എല്ലാം തന്നെ പൂർണ്ണമായും സ്തംഭിക്കുമെന്നാണ് യൂണിയനുകൾ അറിയിച്ചിരിക്കുന്നത്. ഓട്ടോ ടാക്സി സർവീസ് നടത്തുന്നത് വളരെയധികം കുറവാണ്. KSEB തൊഴിലാളികൾ പണിമുടക്കും. KSEB തൊഴിലാളികൾ പണിമുടക്കുമ്പോൾ വൈദ്യുതി വിതരണം തടസ്സപ്പെടാത്ത നിലയിലായിരിക്കും അവരുടെ പണിമുടക്ക് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അവശ്യ സേവന മേഖലകളെ ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആശുപത്രി, അതോടൊപ്പം തന്നെ പത്രം പാൽ വിതരണം അതുപോലെയുള്ള സംവിധാനങ്ങളെ ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. ബാങ്കിംഗ് മേഖല പൂർണ്ണമായും നിശ്ചലമാകും. പൊതുമേഖലാ ബാങ്കുകൾ, അതോടൊപ്പം തന്നെ സഹകരണ മേഖല എല്ലാം തന്നെ പൂർണ്ണമായും നിശ്ചലമാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേരളത്തിൽ UDF തൊഴിലാളി സംഘടനകൾ മറ്റൊരു തലത്തിൽ വേറിട്ട നിലയിലാണ് നിൽക്കുന്നതെങ്കിലും അവർ ഈ പണിമുടക്കിന്റെ ഭാഗമാണ്. NTUC, STU ഉൾപ്പെടെയുള്ളവർ ഇന്ന് വേറെ തന്നെ പ്രകടനം നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ന് 9 മണിയോടുകൂടി തന്നെ കാസർഗോഡ് നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ ഈ പണിമുടക്കിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ അധ്യാപക ട്രേഡ് യൂണിയൻ, അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ കോളേജുകൾ, സ്കൂളുകളെല്ലാം തന്നെ പൂർണ്ണമായും നിശ്ചലമാകും. BMS ആണ് ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഒരുമിച്ചില്ലാത്ത ഒരു പ്രധാനപ്പെട്ട സംഘടന. പക്ഷേ BMS തൊഴിലാളികൾ ഉൾപ്പെടെ ഈ പണിമുടക്കിന് മാനസികമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാണ് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ പറയുന്നത്. കാരണം അത്രത്തോളം തൊഴിലാളി വിരുദ്ധമായ നയങ്ങളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും കവർന്നെടുക്കുന്ന നിലയിലുള്ള തീരുമാനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഉയരുന്നു. ഈ സംയുക്ത ട്രേഡ് യൂണിയന്റെ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിലും BMS ഉൾപ്പെടെയുള്ള BMSന് കീഴിലുള്ള തൊഴിലാളികളടക്കം ഇതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ദേശീയ പണിമുടക്ക് ആരംഭിച്ച് മണിക്കൂറുകൾ മാത്രമാണ് ആയിട്ടുള്ളത്. ഈ സമയത്ത് തന്നെ നമുക്ക് കാസർഗോഡ് നിന്ന് കാണാൻ സാധിക്കുന്നത് ജനങ്ങൾ ഒന്നാകെ തന്നെ അതിന് വലിയ പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ്. നേരത്തെ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾ നേരത്തെ തന്നെ ജനങ്ങളിലേക്ക് ഈ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട സന്ദേശം ട്രേഡ് യൂണിയനുകൾ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ യാത്ര ഉൾപ്പെടെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നത്. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വലിയ തോതിൽ ആളുകളെ കാണാൻ സാധിക്കുന്നില്ല. അതിരാവിലെ എത്തുന്ന ട്രെയിനുകളിൽ വളരെ കുറച്ച് ആളുകൾ എത്തിയതല്ലാതെ മറ്റ് യാത്രകൾക്കായി ആളുകൾ ഇവിടെ എത്തുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബസ് സ്റ്റാൻഡിൽ, പുതിയ ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡിലും ആളുകളെ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. KSRTCയും പൂർണ്ണമായും സർവീസ് നടത്താതെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ട് KSRTC തൊഴിലാളികളും സഹകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും വലിയ ആവശ്യങ്ങൾ, നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകണം, തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ ദേശീയ പണിമുടക്കിന് വലിയൊരു പിന്തുണ കാസർഗോഡ് നിന്ന് ലഭിക്കുന്നുവെന്നാണ് ആദ്യ മണിക്കൂറുകളിൽ മനസ്സിലാക്കുന്നത്. വിനിഷ.